വലിപ്പം കണ്ട അന്തപ്പെടും. കാരണം ചെറിയൊരു ബസ്സാണ്. എനിക്ക് തോന്നുന്നു 2, 4, 6, 8, 10, 8 സീറ്റുള്ളൂ കേട്ടോ സൈഡിൽ. നമ്മള് ചീട്ടെല്ലാം എടുത്ത് ഇങ്ങനെ നിൽക്കുന്നതാണ് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളപ്പോൾ ഇവിടെ ജമ്മുവിൽ ദിഗാര എന്ന സ്ഥലത്താണുള്ളത്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ ചെറിയൊരു ട്രെക്കിങ് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷേ അങ്ങോട്ട് സൈക്കിളിൽ പോകാനുള്ള തയ്യാറെടുപ്പ് നടന്നില്ല. വേറൊന്നുമല്ല, ചെറിയ കയറ്റുണ്ട്. അതേപോലെ തന്നെ അവിടെ ട്രെക്കിങ് ചെയ്യണമെങ്കിൽ സൈക്കിൾ അവിടെ വെച്ചിട്ട് വേണം പോകാനായിട്ട്. 14 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് വേണം കയറാനായിട്ട്. അപ്പം സൈക്കിൾ അവിടെ ഇവിടുത്തെ പഞ്ചാബ് ചേർന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് സൈക്കിൾ അവിടെ സേഫ്റ്റി അല്ല വെച്ചിട്ട് പോലി. അപ്പോൾ നിങ്ങൾ ഇവിടെ സൈക്കിൾ വെച്ചിട്ട് ബസ്സിന് പോകുന്ന പറഞ്ഞു അല്ലേ? നിങ്ങൾക്ക് ബസ്സിന് പോകാല്ലേ? ബസ്സിന് 60 കിലോമീറ്റർ അവിടെ നിന്ന് പിന്നെ 14 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് കാണും. അപ്പം എന്തായാലും കഴിയുമ്പോൾ താമസിക്കും. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്ത് നമ്മുടെ സ്ലീപ്പിംഗ് ബാഗ് അതേപോലെ തന്നെ നമ്മുടെ ടെൻറ്റ് എല്ലാമായിട്ടാണ് നമ്മൾ പോകുന്നത്. ടെൻ്റൊക്കെ ഇവിടെ ഉണ്ട്. ടെൻ്റൊക്കെ ഇട്ട് നമ്മൾ പോകുന്നത്. എങ്ങനെയാണ് താമസിച്ച് ഞങ്ങൾക്ക് അവിടെ ആണെങ്കിലും ടെൻ്റ് അടിച്ച് അതേപോലെ സ്ലീപ്പിംഗ് ബാഗ് ഇട്ട് ഇറന്നാൽ മതി. അങ്ങനെ ബസ്സിൽ കയറിയിട്ടോ. ബസ്സിൽ കയറിയോണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിൻ്റെ വലിപ്പം കണ്ട അന്തപ്പെടും. കാരണം ചെറിയൊരു ബസ്സാണ്. എനിക്ക് തോന്നുന്നു 2, 4, 6, 8, 10, 8 സീറ്റുള്ളൂ കേട്ടോ സൈഡിൽ. സൈഡിലാകെ 8 സീറ്റുള്ളൂ. ഇവിടെ ഇറങ്ങുമ്പോഴാണ് പൈസ കൊടുക്കുന്നത്. എങ്ങനെയുണ്ട്? മാസ്ക് വേണ്ട? ആരും മാസ്ക് ഇടുന്നില്ല കേട്ടോ. മാസ്ക് എല്ലാവരും ഒഴിവാക്കാണ്. പക്ഷെ ഞാൻ മാസ്ക് വെച്ചിട്ടുണ്ട്. 1-2 മാസ്ക് വെച്ചിട്ടുണ്ട്. Few moments later. ഇന്നലെ ഇവിടെ വൈഷ്ണവദേവി ടെമ്പിൾ നമുക്ക് പോണാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പോകാൻ പറ്റിയില്ല. വേറൊന്നുമല്ല, ഞങ്ങളെ കാണുന്നത് ഈ തല കാണുമ്പോൾ തന്നെ എനിക്ക് ഏകദേശം ക്ലിക്കായിട്ടുണ്ടാവും. ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. ചെറുതെന്ന് വെച്ചാൽ ചെറുത്. പിന്നെ എൻ്റെ മൂക്ക്, നമ്മുടെ അതിനെ കാല്, നമ്മുടെ അനസിന്റെ കാല്, ഇവന്റെ ഷോൾഡർ നേരത്തെ പോയതാണ്. പക്ഷേ എന്നാലും അവിടെ വെച്ച് എന്നാലും ആ ഇടിയിൽ ഇവന്റെ ഷോൾഡർ ഏകദേശം റെഡിയായെന്ന് പറയണത്. പിന്നെ നമ്മുടെ മുട്ടുപണി നമ്മുടെ അഫ്സരിക്കാണ് ചുണ്ടൊക്കെ ഒന്ന് ഏകദേശം ചോര വേറെ എന്തൊക്കെ വന്നിട്ട് ചോര മാത്രമൊന്നുള്ളൂ, വേറെ ഒന്നും വന്നില്ല. അതാ ഇടിയിൽ വന്നു കേട്ടാ. അത് വലിയ വിഷയമില്ലാണ്, അതും മാറി. പക്ഷെ ഇന്നലെ രാത്രിയൊക്കെ ചെറിയ വേദന ഉണ്ടായിരുന്നു. അത് കുഴപ്പമൊന്നുമില്ല. ആ ഇടി ഒന്നും ഉണ്ടായ കഥ ഒന്ന് പറഞ്ഞു കൊടുത്തത് എങ്ങനെയാ സംഭവിച്ചാൽ? ഞങ്ങള് വൈഷ്ണവദേവി പോകാൻ വേണ്ടിട്ട് ബസ്സിൽ കയറിയതാ. ന്യൂ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം ഇവിടെ പറഞ്ഞിട്ട് ബസ്സിൽ കയറി. എന്നിട്ട് പോയിക്കൊണ്ടിരുന്നപ്പം ഡ്രൈവർ ഒരു ചുള്ളം പയ്യനായിരുന്നു. അവൻ നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഫ്രണ്ട് ബസ് നിന്നപ്പോൾ അവൻ്റെ ശ്രദ്ധ മാറി. അവൻ സീറ്റിന്റെ അടിയിലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു ബ്രേക്ക് അടിക്കടാ, ഫ്രണ്ടിൽ ബസ്സുണ്ടോ. എന്നിട്ട് ഒറ്റയടി വണ്ടിയുടെ ഫ്രണ്ടൊക്കെ ചളിങ്ങി. എന്റെ തല ഇവിടെ പൊട്ടി. ഇവിടെ 3 സ്റ്റിച്ച് ഉണ്ട്. ഇവിടെ 3 സ്റ്റിച്ച് ഉണ്ട്. ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ട്. എന്റെ ഷോൾഡർ പോയി. അവിടെ വണ്ടിയിലെ കുറെ പെണ്ണുങ്ങളുണ്ടായിരുന്നു. അവരുടെ കൈ കാലെല്ലാം പോയി. ഒരുത്തന്റെ ഡിസ്ക് ഒരുത്തന്റെ തലയില് ഇങ്ങനെ കുപ്പിച്ചിലൊക്കെ കയറിയിരിക്കായിരുന്നു. ആ 3 പേരൊക്കെ ക്രിട്ടിക്കലായിട്ട്. അതിലൊന്ന് ഇനിയൊന്ന് എന്റെ അടുത്തിരുന്ന ഒരു ചെക്കനുണ്ട്. എന്റെ വെയിറ്റ് കയറി അമിങ്ങിട്ട് അവന്റെ ഡിസ്ക് ഒക്കെ ഇത് ക്രിട്ടിക്കലാന്ന് പറയണത്. അല്ല, ഇത് മിച്ചറാണ് ഫസ്റ്റ് കഴിച്ചത്. അത് എരിവുള്ള മിച്ചറ്. പിന്നെ ഇവിടുത്തെ പോലീസുകാരെ കുറിച്ച് പറഞ്ഞേ. പൊളി 5 കഴിക്കില്ല. വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ എനിക്കൊക്കെ ചോര വന്ന് ഇങ്ങനെ തലയിലൊക്കെ ചോര വന്നിട്ടത് തുടച്ചോണ്ടിരിക്കുക. പോലീസുകാര് 3 കിലോമീറ്റർ നടത്തി കൊണ്ടുപോയേക്കുന്നത്. ഞങ്ങളോടത്തെ ഫസ്റ്റ് നമ്മളെന്താ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണത്. നടന്നപ്പോഴത്തേക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ടായി, നമ്മളെ വഞ്ഞി കണ്ടത്. പക്ഷെ അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി.
പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അവർക്ക് പേരെല്ലാം ചോദിച്ചത് അതുകൊണ്ട് ഇനി ഹോസ്പിറ്റലിൽ മരുന്ന് വാങ്ങി ഒരു മറ്റാൾ തുറത്താണ് പറയുന്നത് തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അത് എന്നിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ ഒരു ഹോസ്പിറ്റൽ പറഞ്ഞു വിട്ടു. ആ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് അവിടെ എമർജൻസി ഇല്ല, കോവിഡ് പേഷ്യന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മൂക്കൊക്കെ ടെസ്റ്റ് ചെയ്ത് തരാം. എന്ത് ഊളകളാണ്. ഇവിടെ ചോര ഒലിച്ചിട്ട് വേദന സഹിക്കാതെ നിൽക്കുകയാണ്. അപ്പൊ ഒരു 3 കിലോമീറ്റർ സ്റ്റേഷനിലേക്ക്, എന്നിട്ട് അവിടുന്ന് വേറെ കൊണ്ടുപോയത് കോവിഡ് ഹോസ്പിറ്റലിലേക്ക്. ആകെ ഇടങ്ങിയ ചടപ്പായി ചടച്ചു പോയി. ഒരുപാട് പേര് എന്നെ സഹായിച്ചിട്ടുണ്ട്, അതൊക്കെ സന്തോഷം. ഇനി സഹായിക്കേണ്ട ആവശ്യമില്ലാത്ത വെച്ചാൽ ഞങ്ങള് റൈഡ് ഇവിടെ കൊണ്ട് നിർത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ പോയിട്ട്, എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്സിഡന്റ് ആയി വീട്ടിൽ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് അവന്റെ അമ്മയോ ഉപ്പയോ എല്ലാരും അറിഞ്ഞ് വീട്ടിലേക്ക് ഇപ്പൊ തന്നെ നീ വന്നേ പറ്റുമെന്ന് പറഞ്ഞ് വീട്ടുകാര് വിളിച്ചു. അങ്ങനെ അതല്ല എന്റെ ഉമ്മയ്ക്ക് എന്റെ കണ്ടിലേക്ക് ഉറക്കം പറഞ്ഞാൽ മതിയല്ലോ. ഡെയിലി ഒരു 5-6 വട്ടം 60 ദിവസം ഉറങ്ങാത്ത ഉമ്മാക്ക്